ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യുത ഊർജ മന്ത്രി പറയുകയാണ് കാലാവസ്ഥ ചതിച്ചത്. കാലാവസ്ഥ ചതിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പണ്ട് 2018 മേൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് വിളിക്കുന്ന പ്രളയമുണ്ടായപ്പോഴും പറഞ്ഞു കാലാവസ്ഥ ചതിച്ചു എന്ന് വേറൊരാളായിരിക്കും. അപ്പം 3 മാസം മുമ്പ് സാധാരണ ജനങ്ങൾ എന്നെപ്പോലെയുള്ളവരൊക്കെ കേട്ടതാണ് കേരളം ഈ കൊല്ലം ചൂടിനാൽ ജനം മലയുമെന്ന്, കഠിനമായ വേനലായിരിക്കും എന്ന് പറയുന്ന ഇത് കേട്ടതാണ്. കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നായിരിക്കാം. കേരളം മാത്രമല്ല, ഇന്ത്യ മുഴുവൻ തന്നെ ഇപ്പം ചുട്ടുകൊള്ളുകയാണ്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ 45-46 ഡിഗ്രിയൊക്കെയാണ്, 47 ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗുജറാത്ത്, രാജസ്ഥാനൊക്കെ. അപ്പം കേരളത്തിൽ 40 താഴെയാണ്. ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ടും പിന്നെ സൂര്യൻ ഭൂമിയോട് കൂടുതൽ അടുത്തത് കൊണ്ടുമൊക്കെ ആയിരിക്കാം സൂര്യാതാപവും സൂര്യാഘാതവും ഒക്കെ ഉണ്ടാകുന്നത്. അത്രയൊന്നും ഇവിടെ ഇല്ലെങ്കിലും ഭയങ്കര പൊള്ളലാണ് നോർത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് ചോദിച്ചെന്നാൽ ഒരു വൈദ്യുത മന്ത്രി, വൈദ്യുത വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി പറയാണ് കാലാവസ്ഥ ചോദിച്ചത് അല്ലേ. വഴിയെ പോകുന്ന വല്യമ്മച്ചിക്കും വല്യപ്പച്ചനും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് വെറുതെ ഒരു മന്ത്രി എന്ന് പറയുന്നത് അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ടാലറിയാം സ്വന്തം കാര്യം നോക്കാൻ പോലുള്ള ആരോഗ്യമില്ല. പ്രായം കൊണ്ട് കുഴഞ്ഞ വർത്തമാനം ആണ്. അദ്ദേഹത്തിന് നാവൊക്കെ കുഴയുന്നുണ്ടോ എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ആ ഒരു ബോഡി ലാംഗ്വേജ് ആണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൊക്കെ കാണാൻ പറ്റുന്നത്. വേറൊരു മന്ത്രിയുണ്ട്, നമുക്കറിയാം, വനം വകുപ്പൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. വന്യമൃഗങ്ങളെ, വന്യജീവികൾ, പ്രത്യേകിച്ച് പാമ്പൊക്കെ കണ്ടമാനം ഇറങ്ങി വരുന്നു. വീടിനകത്ത് നനവുള്ള ഇടങ്ങളിലും ഒക്കെ കയറി കുടിപ്പാർക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൻ്റെ ഉത്തരവാദിത്വം വനം വകുപ്പിനാണ്. വനം വകുപ്പിനെ കുറിച്ച് എപ്പോഴും പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്, വലിയ അഹങ്കാരത്തിൻ്റെയും പിന്നെ മറ്റുള്ളവരുടെ മേൽ കുതിര കയറുന്നതിൻ്റെതും ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് വനം വകുപ്പ്. അവർക്ക് മനുഷ്യരോടല്ല കടപ്പാട്, പിന്നെ വന്യമൃഗങ്ങളോടും വന്യജീവികളോടുമാണ്. കാരണം അവരെ എവിടെയൊക്കെയാണ് അവരെ സംരക്ഷിക്കുന്നത് നമുക്ക് കാണാനൊന്നുമില്ല, എങ്കിലും അവരവകാശപ്പെടുന്നു. അപ്പോൾ ഈ വന്യമൃഗങ്ങളിൽ പെട്ടതാണല്ലോ ഈ പാമ്പ് വർഗ്ഗങ്ങളൊക്കെ. അത് വീട്ടിലേക്ക് വരുമ്പോൾ വൈദ്യുത മന്ത്രി പവർ കട്ട് രാത്രി ഏർപ്പെടുത്തിക്കൊണ്ട് മനുഷ്യർക്ക് നല്ല സഹായമാണ് ചെയ്തു കൊടുക്കുന്നത് അല്ലേ. അതുപോലെ വന്യമൃഗങ്ങളെയും വന്യജീവികളെയും ഒക്കെ വനത്തിലേക്ക് അല്ലെങ്കിൽ അതിന് പറ്റിയ സംവിധാനങ്ങളെ കൊടും ചൂടിലെ ആ പാമ്പൊക്കെ ഇറങ്ങി വരുന്നതിന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശീതരക്ത ജീവികളാണ് ഉരകങ്ങൾ, പ്രത്യേകിച്ച് പാമ്പ് വർഗ്ഗങ്ങൾ. അതുകൊണ്ട് അതിന് സഹിക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ കൂട്ട് വാം ബ്ലഡഡ് ക്രീച്ചറൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ പൊളഞ്ഞ് അതിന് ജീവിക്കാൻ പറ്റില്ലാത്തതിനുള്ള കലിപ്പ് കാണുന്നിടത്തെല്ലാം തീർക്കും. അതുകൊണ്ടാണ് ഓടി നടന്നത് എല്ലാവരെയും കടിക്കുക. അതിന് ജീവിക്കാൻ പറ്റത്തില്ല. സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് അതിന് വിലയിരുത്താനൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ടത് ആരെന്താണ് കാരണക്കാരെന്നറിയാതെ കാണുന്നതിനോടൊക്കെ കലിപ്പ് തീർക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാമ്പിനെ നിയന്ത്രിക്കുന്നതിനൊരു പദ്ധതിയും ആരെങ്കിലും എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ. കടിയേറ്റ മനുഷ്യർ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ആൻറ്റിവനം കൊടുക്കണമെന്നൊക്കെ പറയുന്നു. അത് വലിയ പുതുമയുള്ള കാര്യമല്ല. ഏതൊരു ഗവൺമെൻറ്റും അനുവർത്തിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ പൗരന്മാരെ സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. വോട്ട് മേടിക്കുമ്പോൾ മാത്രം പൗരത്വ ബോധവും അത് കഴിഞ്ഞാൽ പിന്നെ യാതൊരു ധാരണയില്ലായ്മയുമാണ് ഗവൺമെൻറ്റിനെയൊക്കെ നയിക്കുന്നത്. ഈ ഗവൺമെൻറ് അല്ല എല്ലാ കാലത്തും, ഇനി വരുന്ന ഗവൺമെൻറ് ആരുടേതാണാലും ഇതിങ്ങനെയൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടുകൾ തിരിച്ചറിയാനാവാതെ അവൻ്റെ ദുരിതങ്ങളും ദുരന്തങ്ങളുമൊക്കെ കുടിജലം തൊട്ട് കുടിവെള്ളം മുതൽ സ്വയം രക്ഷിക്കാനായിട്ടുള്ള യാതൊരു സംവിധാനത്തിനും സഹകരിക്കാത്ത ഒരു മേഖലയായിട്ട്
നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിക്കൊണ്ടുപോകുന്ന എന്തൊരു ദുരന്തമാണ് അല്ലേ? ഒരു ദുരന്തമായിട്ട് മാറുന്ന ഭരണ സംവിധാനങ്ങളാണ് നമ്മൾ കാണുന്നത്. ആഭ്യന്തരമന്ത്രി, വനം വകുപ്പ് മന്ത്രി, പിന്നെ വൈദ്യുത മന്ത്രി എനിക്ക് വന്ന് 80-അടുത്തോ 80-ന് മുകളിലോ ഒക്കെ പ്രായമുള്ളവരാണ്. സ്വന്തം കാര്യം നോക്കാൻ 2-3 പേരുടെ സഹായത്തിലേക്കൊക്കെ പോകുന്നവരാണ് ഇവരൊക്കെ. അത് മനസ്സിലാക്കാനുള്ള വകതിരിവ് വേണ്ടേ? 75 വയസ്സ് കഴിഞ്ഞ് ആരെയും പിടിച്ച് മന്ത്രിയാക്കരുത്. അതുപോലെ 75 വയസ്സ് കഴിഞ്ഞാൽ ജനപ്രതിനിധികളുമാക്കരുത്. അവരൊക്കെ ഇല്ലെങ്കിൽ പിടിച്ച് പിൻവാങ്ങണം. അതിനുള്ള നിയമനിർമ്മാണമൊക്കെ ഇവർ ആയതുകൊണ്ട് നടത്തത്തില്ല. ചാകുന്നവരെ മന്ത്രിക്കസേരയിൽ അള്ളിപ്പിടിക്കണം. ചത്തുകഴിഞ്ഞും നല്ല രീതിയിൽ മരിച്ചടക്കൊക്കെ ആഘോഷിക്കണം. അതിനൊക്കെ എനിക്കറിയത്തില്ല എന്തിനാ ഇവരൊക്കെ അള്ളിപ്പിടിച്ചത്. സ്വന്തം കാര്യം നോക്കാനായിട്ട് എഴുന്നേറ്റ് നടക്കാനോ സ്വന്തം കാര്യങ്ങൾക്ക് പോലും തീരുമാനവും എടുക്കാൻ പറ്റാത്തവരൊക്കെ ഒരു രാജ്യത്തെയോ സംസ്ഥാനത്തെയോ ഒക്കെ ഭരിക്കാനായിട്ട് വ്യക്തശ്രദ്ധരാകുമ്പോൾ അതിനകത്തൊക്കെ സ്വന്തം താല്പര്യങ്ങളല്ലാതെ മറ്റെന്താ? ജനങ്ങളെ ഭരിക്കാൻ എത്രയോ മിടുക്കന്മാരായ ഭരണകർത്താക്കൾ ഇവരെക്കാളും ആരോഗ്യവും ബുദ്ധിയും അതുപോലെ തന്നെ വിജ്ഞാനവും ഒക്കെ ഉള്ളവരുണ്ട്. അവർക്ക് മാറിക്കൊടുക്കണ്ടേ? അവർക്ക് വേണ്ടി മാറിക്കൊടുക്കുക. രാഷ്ട്രീയത്തിനും റിട്ടയർമെൻറ്റ് ഏജ് രാഷ്ട്രീയത്തിന് വേണമെന്നില്ല, ഭരണ സംവിധാനങ്ങൾക്ക് എപ്പോഴും വേണ്ടതാണ്. ഇവരുടെ കീഴിലുള്ള IASകാർക്കൊക്കെ റിട്ടയർമെൻറ്റ് ഏജ് ഇല്ലേ? ഏതൊരു ഗവൺമെൻറ് ജീവനക്കാരനുണ്ട്. ഇവർക്ക് മാത്രം ഒരു റിട്ടയർമെൻറ്റ് ഏജില്ല. ഇതും ഒരു തൊഴിലാണ്. ജനത്തിൻ്റെ ടാക്സ് അമിതമായിട്ട് ചെലവഴിച്ച് ജീവിക്കുന്ന ഒരു വർഗമാണ് ഭരണ സംവിധാനത്തിലുള്ള ഗവൺമെൻറ്റുള്ളവർ. അപ്പോൾ അവർക്കും റിട്ടയർമെൻറ്റ് ഏജ് വേണം. കാരണം ജനത്തിൻ്റെ പണമെടുത്ത് ദൂർത്തടിച്ച് വേണ്ടാത്ത കാര്യങ്ങൾക്ക് സ്വന്തം സർവൈവലിന് വേണ്ടിയിട്ട് ലക്ഷങ്ങളും കോടികളും ഒക്കെ ചെലവഴിക്കുന്നവരുടെ കാര്യത്തിൽ ജനം തീരുമാനിക്കണ്ടേ? അപ്പോൾ അതിനൊരു സംവിധാനങ്ങളൊക്കെ വരണ്ടേ എന്ന് ഉറക്കെ ചിന്തിക്കുക മാത്രമല്ല, നടപ്പിലാക്കാനുള്ള മനക്കരുത്തും ഒരു ജനാധിപത്യ സംവിധാനത്തിനുണ്ടാകണം എന്ന് പൗരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരൊന്നും മാറിക്കൊടുക്കുകയില്ല. മരിച്ചു കഴിഞ്ഞാലും അള്ളിപ്പിടിച്ച കസേരയിലായിരിക്കും അവരെയൊക്കെ കാണുക. നമ്മൾ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് സ്വരമുയർത്തണം. പ്രായം കഴിഞ്ഞാൽ 75 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ ഭരിക്കണ്ട എന്ന് ഉറപ്പോടെ തീരുമാനിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുകൂടി നമ്മൾ മറക്കാതിരിക്കുക.